ഹായ് ഹലോ എല്ലാവർക്കും മിനീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കലാത്തിയ പ്ലാന്റ്സിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇത്തവണ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കലാത്തിയുടെ ബുഷി പോട്ട്സും അതുപോലെ സിംഗിൾ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. പ്ലാന്റ്സ് വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കൊറിയർ ചെയ്യുന്നത് DTDCയും പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയുമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് ക്രിംസണിൻ്റെ പ്ലാന്റ്. നമുക്ക് ആ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ക്രിംസണിൻ്റെ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഏകദേശം വരുന്നത്. എല്ലാ പ്ലാന്റ്സും ഒരേപോലെ ആയിരിക്കില്ല സൈസ്. ചിലപ്പോൾ ഹൈറ്റ് കൂടുതലായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും, ലീവ്സിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ റേറ്റ് വരുന്നത് 170 രൂപയാണ്. അടുത്തത് റാറ്റിൽ സ്നേക്കിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ നമ്മൾ ഏറ്റവും ചെറിയ സൈസിലുള്ള പ്ലാന്റ്, അതായത് ലീഫിൻ്റെ എണ്ണം വളരെ കുറവുള്ള പ്ലാന്റാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. 5 ലീഫ് 6 ലീഫൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 4 ലീഫിൻ്റെ ആണെന്നേ ഉള്ളൂ. അപ്പോൾ റാറ്റിൽ സ്നേക്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഇതിൻ്റെ തന്നെ ബുഷി പോട്ട്സ് ആണ് ഈ കാണുന്നത്. ബുഷി പോട്ട്സ് ഇതുപോലെ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ഷൂട്ട്സുകളായിട്ട് നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്തത് കലാത്തിയ ഓർബിഫോളിയുടെ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും വരുന്നത്. 2 ലീഫ് 3 ലീഫ് 4 ലീഫ് അങ്ങനെ പല സൈസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസൊക്കെയുള്ള ഓർബിഫോളിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 140 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ റൂഫി ബർബ അല്ലെങ്കിൽ ഫ്യൂരി ഫെദർ എന്നൊക്കെ പറയുന്ന കലാത്തിയ വെറൈറ്റിയാണ്. ഭയങ്കര നാരമായിട്ടുള്ളൊരു ലീഫാണ് ഇതിന് വരുന്നത്. അതുപോലെ ബാക്ക് സൈഡ് ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ. അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. റേറ്റ് വരുന്നത് 35 രൂപയാണ്. അടുത്തത് റുസ്കോയുടെ പ്ലാന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു വെറൈറ്റിയാണ്. നമുക്കിപ്പോൾ വീണ്ടും സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 200 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി ഒർണാട്ടയുടെ പ്ലാന്റ് ആണ്. നമ്മളൊരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ചില പ്ലാന്റ്സ് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതും പിന്നെ ലീവ്സിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ചിലപ്പോൾ 4 ലീഫ് ആവാം. അങ്ങനെയൊക്കെ പല സൈസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഒർണാട്ടയുടെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഒർണാട്ടയുടെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെയൊക്കെ ആയിരിക്കും സൈസ് വരുന്നത്. ബുഷി പോട്ട്സിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്ത വെറൈറ്റി പീക്കോ കലാത്തിയാണ്. ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആയിരിക്കും നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപയാണ്. പീക്കോ കലാത്തിയുടെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലൊക്കെ ആയിരിക്കും വരുന്നത്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ബുഷി ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പീക്കോ കലാത്തിയുടെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്ത സെയിലിനായിട്ടുള്ളത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ്. ഇതുപോലെയൊക്കെ ആയിരിക്കും സൈസ് വരുന്നത്. 3 ലീഫ് 4 ലീഫ് 5 ലീഫ് അങ്ങനെ പല സൈസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സൈസുള്ള റെഡ് വൈൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. നല്ല ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള റെഡ് വൈൻ്റെ പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കറക്റ്റ് ഷെയ്ഡ് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ബുഷി പോട്ട്സുകൾ പുറത്ത് വെച്ച് കാണിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് എന്താണ് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ റെഡ് വൈൻ്റെ കണ്ടില്ല നല്ല കളർ ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ബുഷി പോട്ട്സ് ആണ്. ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 320 രൂപയാണ്. നെക്സ്റ്റ് കലാത്തിയ വിറ്റാറ്റയുടെ പ്ലാന്റ് ആണ്. ഒരുപാട് ഹൈറ്റ് ഇല്ല, ഇത്രയൊക്കെ ഹൈറ്റേ കാണുള്ളൂ. പിന്നെ ലീഫിൻ്റെ എണ്ണവും ഇത്രയും ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട് സിംഗിൾ ഷൂട്ടിന് എത്ര ലീഫ്സ് കാണും എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഇത്ര ലീഫ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മിനിമം ഇത്ര ലീഫ് മാക്സിമം ഇത്ര ലീഫ് എന്ന് പറയുന്നത്.
അപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമ്മളതിങ്ങനെ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വിറ്റാറ്റയുടെ ബുഷി പോട്ട്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കാണുന്നൊക്കെ സൈസായിരിക്കും വരുന്നത്. നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്തത് ധോത്തിയുടെ പ്ലാന്റ് ആണ്. ഇതുപോലെയൊക്കെ ആയിരിക്കും സൈസ് വരുന്നത്. 2 ലീഫ് ഏറ്റവും ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ചില പ്ലാന്റ്സൊക്കെ മാക്സിമം ഒരു 5 ലീവ്സൊക്കെ കാണും. അപ്പോൾ 2 ലീഫ് തൊട്ട് 5 ലീവ്സ് വരെയുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സിംഗിൾ ഷൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 120 ആണ്. ഹൈറ്റ് കുറവാണ്, ഒരുപാട് ഹൈറ്റ് ഇല്ല ധോത്തിയുടെ പ്ലാന്റിന്. അപ്പോൾ അതിൻ്റെ ബുഷി പോട്ട്സ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെയൊക്കെ ആയിരിക്കും ബുഷി പോട്ട്സ് വരുന്നത്. റേറ്റ് വരുന്നത് 320 രൂപയാണ് ബുഷി പോട്ട് ധോത്തിയുടെ. നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ കോമ്പാക്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും വരുന്നത്. ചിലത് കുറച്ചുകൂടെയൊക്കെ സൈസ് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 2 സൈസിലുള്ള പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ്. പല സൈസിലാണ് സിംഗിൾ ഷൂട്ട് വന്നിരിക്കുന്നത്. ചിലത് ഇതുപോലെ ഹൈറ്റുള്ള പ്ലാന്റ്സ് ആയിരിക്കും, ചിലത് കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ലീവ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇതുകൊണ്ടാണ് 2 സൈസിൻ്റെ പ്ലാന്റ്സ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത വെറൈറ്റി ജംഗിൾ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ്. നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ബുഷി പോട്ട്സ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കണ്ടില്ല, നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ നടുക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു പാറ്റേൺ ആണ്. ഇത്രയും സൈസുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 2 ഒരേപോലത്തെ പ്ലാന്റ്സും സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷൂട്ട്സുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബുഷി പോട്ട്സ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 320 രൂപയാണ്. ഇതിൻ്റെ ലീഫ് ഭയങ്കര ഒരു വെൽവെറ്റി ഫിനിഷാണ്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വന്നിട്ട്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും ഹൈറ്റ് കാണില്ല, കുറച്ച് ഹൈറ്റ് കുറവാണ്. ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് വരുന്നത്. ഇത്രയും സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. നെക്സ്റ്റ് വെറൈറ്റി ഗ്രീൻ ക്രിംസൺ ആണ്. ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് ഇല്ല, ഇത്രയൊക്കെ ഹൈറ്റിലാണ് നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത്. എല്ലാം ഈ ഒരു ഹൈറ്റിലായിരിക്കും. പിന്നെ ലീഫിൻ്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത്രയും സൈസുള്ള ഗ്രീൻ ക്രിംസൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അടുത്തത് ഈ ഒരു കലാത്തിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇത്രയൊക്കെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ വെറൈറ്റീസാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഇപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമുക്ക് പുതിയ സെയിൽ വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്